ഫെബ്രുവരി 28 വിശുദ്ധ റോമാനൂസും വിശുദ്ധ ലൂപ്പീസിനോസും. വിശുദ്ധ റോമാനൂസും ലൂപ്പീസിനോസും ഫ്രഞ്ചുകാരായ സഹോദരങ്ങളാണ്. റോമാനൂസ് 35-ാമത്തെ വയസ്സിലാണ് ലിയോൺസിൽ ഒരു ആശ്രമത്തിൽ സന്യാസ ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം തൻ്റെ ആശ്രമം സ്വിറ്റ്സർലൻഡിൻ്റെയും ഫ്രാൻസിൻ്റെയും ഇടയ്ക്കുള്ള ജൂറ പർവ്വതനിരയിലുള്ള കൊണ്ടേറ്റ് എന്ന സ്ഥലത്തേക്ക് മാറ്റി. അവിടെ പ്രാർത്ഥനയിലും വായനയിലും കായികാധ്വാനത്തിലും സമയം ചിലവഴിച്ചു. സ്വന്തം അധ്വാനത്തിലൂടെയാണ് അദ്ദേഹം ഉപജീവിതത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. കുറെ കഴിഞ്ഞ് അനുജൻ ലൂപ്പീസിനോസും ജ്യേഷ്ഠൻ്റെ പിന്നാലെ വന്ന് അവിടെ ഒന്നിച്ച് താമസം തുടങ്ങി. ഇവർ ചെയ്തിരുന്ന അത്ഭുത പ്രവർത്തനങ്ങൾ നാട്ടിൽ അറിഞ്ഞ് തുടങ്ങിയപ്പോൾ അനേകർ അവരെ അന്വേഷിച്ച് ആ മലയോരത്ത് എത്തിച്ചേർന്നു. അങ്ങനെ പലരും അവരുടെ ശിഷ്യരായി. ശിഷ്യരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവർ കൊണ്ടേറ്റിൽ ഒരു ആശ്രമം പണിതു. ആ 2 സഹോദരങ്ങൾ ചേർന്ന് ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായും വിദഗ്ധമായും നടത്തിക്കൊണ്ടിരുന്നു. അനുജൻ ലൂപ്പീസിനോസ് കൂടുതൽ കാർക്കശ്വ സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് 150 സന്യാസികളോടൊപ്പം ലെവുകോണിയയിലായിരുന്നു താമസം. കൊണ്ടേറ്റയിലെ ആശ്രമത്തിന് കൂടുതൽ വസ്തുവകകൾ ഉണ്ടായപ്പോൾ ഭക്ഷണക്രമത്തിന് അല്പം മാറ്റം വരുത്തി മെച്ചപ്പെടുത്തി. തുടക്കത്തിൽ അവരുടെ ആശ്രമത്തിലെ ഭക്ഷണം ഉപ്പും എണ്ണയും ബാർലിയും പയറും മാത്രമായിരുന്നു. പിന്നീട് ഗോതമ്പും മത്സ്യവും കൂട്ടിച്ചേർത്ത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തു. ഇത് കേട്ട ലൂപ്പീസിനോസ് ഇടപെട്ട് ആ തെറ്റു തിരുത്തി. എന്നാലും പൗരസ്ത്യ സന്യാസികൾ അനുഷ്ഠിച്ചു പോന്നിരുന്നത് പോലെയുള്ള കർശന പ്രായശ്ചിത്തം ലൂപ്പീസിനോസ് നിർദ്ദേശിച്ചിരുന്നില്ല. കാരണം ആ നാട്ടുകാർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരും അതനുസരിച്ച് കഠിനാധ്വാനികളുമായിരുന്നു. സന്യാസികളും അവരുമായി പൊരുത്തപ്പെട്ടു പോന്നു. ലൂപ്പീസിനോസ് കിടന്നുറങ്ങിയത് വെറുമൊരു കസേരയിലോ പലകയിലോ ആയിരുന്നു. കുറെ കാലം വേനൽക്കാലത്ത് റൊട്ടി കുതിർത്തത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹാരം. തോൽ വസ്ത്രവും മരച്ചെരുപ്പും മാത്രമായിരുന്നു വേഷം. റോമാനൂസ് AD 460 മരിച്ചുവെന്ന് കരുതപ്പെടുന്നു. 20 വർഷം കൂടെ ജീവിച്ചിരുന്ന ലൂപ്പീസിനോസ് 480 ദിവംഗതനായി. വിചിന്തനം: ഭക്ഷണക്രമത്തിലും ജീവിത സൗകര്യങ്ങളിലും പ്രായശ്ചിത്തം ചെയ്യുന്നത് വിശുദ്ധർക്ക് പ്രിയപ്പെട്ട പരിഹാരവും പുണ്യപ്രവൃത്തിയുമായിരുന്നു. നമുക്കും ഭക്ഷണത്തിൽ മിതത്വം പാലിക്കാം.